ഒരു നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി എപ്സ് ഓഫർ ചെയ്തിരുന്നത്. ഇപ്പോൾ 2017 റിലീസ് ആയിട്ടുള്ള വാർ ഓഫ് ദ പ്ലാനറ്റ്സ് ഓഫ് ദി എപ്സിലെ സീസറിന്റെ ഡെത്തോട് കൂടിയിട്ടാണ് ആ ഒരു ട്രിളജി അവസാനിച്ചിട്ടുള്ളത്. ആൻഡ് ഇതിലത്തെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു 300 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ സീസറിന്റെ ഡെത്തിന് ശേഷം അതിൻ്റെ ഒരു ഫ്യൂണറലൊക്കെ കാണിച്ചിട്ടാണ് തുടങ്ങുന്നത്. ആ സീനൊക്കെ നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആ ഒരു ലെഗസി തന്നെയാണ് അത് അവിടെ അവസാനിച്ചത്. ആൻഡ് അതിനുള്ള ആ ഒരു ചെറിയ ഒരു സീനൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഫീല് തന്നു. ആൻഡ് അതിനുശേഷം ഒരു 300 വർഷങ്ങൾക്ക് ശേഷം പല തലമുറകൾക്ക് ശേഷമുള്ള ഒരു പുതിയൊരു ക്യാരക്ടറിനെ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നോവ എന്ന് പറയുന്ന ഒരു എയ്പ്പ് ആൻഡ് ആളുടെ ആ ഒരു എയ്പ്പിന്റെ ഒരു ക്ലാൻ ആൻഡ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില സ്ട്രഗിൾസ്, പിന്നീട് ഉണ്ടാവുന്ന സംഭവങ്ങളാണ് സിനിമയുടെ മെയിൻ ആയിട്ടുള്ള പ്ലോട്ട്. എനിക്ക് സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം, ഇതിൽ അവർ വ്യക്തമായിട്ടുള്ള ആ ഒരു പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ മാട്രിക്സിന്റെ ആ ഒരു ട്രിളജി തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിലും ഒരു വ്യക്തമായിട്ടുള്ള ഹ്യൂമൻസ് ആൻഡ് എയ്പ്സിന്റെ ആ ഒരു റിലേഷനെ കുറിച്ചിട്ടും പിന്നീട് ഉണ്ടാവുന്ന ഒരു കോൺഫ്ലിക്റ്റ്, അവർ തന്നെ ഒരു ഡൊമിനൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു സംഭവം അവിടെ ബേസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലേക്ക് വന്നപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം അതുപോലെ തന്നെ ഇവർക്ക് ഇതിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആൻഡ് ആ ഒരു ട്രിളജി പോലെ തന്നെയാണ് ഈ ഒരു പടത്തിന്റെ. ഇനിയിപ്പോൾ ഇതൊരു ട്രിളജി ആയിട്ടാണ് അവർ ഇറക്കാൻ ഉദ്ദേശിച്ചതെന്നുള്ളത് ഇതിന്റെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് എന്തായാലും അവർ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് നല്ല രീതിയിൽ കൺവേ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ നോവ എന്ന് പറയുന്ന ഒരു ഏപ്പ് ആ ഒരു ജേണിയുടെ ഇപ്പൊ തന്റെ ക്ലാനെ അബ്ഡക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഈ വില്ലന്റെ ഒരു ഗ്യാങ് ആൻഡ് അവരെ തപ്പിയുള്ള ഒരു യാത്രയിൽ പല കാര്യങ്ങളെ കുറിച്ച് ഡിസ്കവർ ചെയ്യുന്ന ചില സീക്വൻസ് ഉണ്ട്. പ്രത്യേകിച്ച് തനിക്ക് അറിയാത്ത പല കാര്യങ്ങളെ കുറിച്ചിട്ടും മീൻസ് റിവീൽ ആവുന്ന, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്ന ചില സീനുകളിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ക്യൂരിയോസിറ്റിയും അല്ലെങ്കിൽ ആ ഒരു ഞെട്ടലുകളൊക്കെ ശരിക്കും കാണിക്കുന്ന ചില സീനുകൾ ഉണ്ടായിരുന്നു. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആൻഡ് അതിന് പിന്നീടുള്ള പല ക്യാരക്ടേഴ്സും, ഇപ്പൊ ഈവൻ ആള് കൺഫ്രണ്ട് ചെയ്യുന്ന പല ക്യാരക്ടേഴ്സും ഉണ്ട്. പ്രത്യേകിച്ച് ഒരു ഒറാങ്കുട്ടാന്റെ ഒരു ക്യാരക്ടർ നമ്മൾ നേരത്തെ കണ്ട മോറിസ് എന്ന് പറയുന്ന അതിലത്തെ പോലെ, അത് പക്ഷെ എത്രത്തോളം ഇല്ല ക്യാരക്ടർ, ബട്ട് ഇനി ഇതിപ്പോ ട്രിളജിയിലേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്നും കൂടി അറിയില്ല. ആൻഡ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നന്നായി പോകുന്നുണ്ട്. ആൻഡ് വിഷ്വൽ എഫക്ട്സ് ആയാലും ബാക്കിയുള്ള പടത്തിന്റെ മൊത്തത്തിലുള്ള മൂഡായാലും നല്ല രീതിയിൽ കൺവേ ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ആൻഡ് ഓവറോൾ നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആൻഡ് പടത്തിന് എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയ ഒരു മെയിൻ റീസൺ, പടം ഇങ്ങനെ സ്റ്റോറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പലയിടത്തും ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈവൻ ഈ ഒരു ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അവിടെയുള്ള മൊത്തത്തിലുള്ള സംഭവങ്ങൾ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. ബട്ട് ഇടയിലൊക്കെ കുറച്ച് വലിച്ചു നീട്ടൽ കൂടുതലായി തോന്നി. അതിന് പകരം മറ്റുള്ള പല കാര്യങ്ങളും അവർക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ സ്റ്റോറിനെ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആക്കി കൊണ്ടുപോയിരുന്നു എന്ന് തോന്നി. ആ ഒരു ട്രെയിലറിലൊക്കെ കുറച്ചും കൂടി ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില സീനുകൾ കണ്ടപ്പോൾ ഇതുപോലെ ആയിരിക്കും എന്നൊരു തോന്നലുണ്ടായിരുന്നു. ബട്ട് ഇവിടെ പല സീനുകളിലും ഭയങ്കരമായിട്ടൊരു ലാഗ് തോന്നിയിരുന്നു. എൻ്റെ അതൊന്ന് കട്ട് ഷോട്ട് ചെയ്തിട്ട് വേറെ കുറെ കാര്യങ്ങളൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നു. എൻ്റെ ആന്റഗോണിസ്റ്റിന്റെ ക്യാരക്ടർ ആയാലും ശരി, ആൾ കുറച്ച് സീനുകളിലേ ഉള്ളൂ, ബട്ട് ആ സീനുകളിലൊക്കെ നല്ല രീതിയിലുള്ള ആ ഒരു സ്ക്രീൻ പ്രസൻസ് ആൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഈവൻ എൻഡിങ് ആയാലും ശരി, എനിക്ക് നല്ലൊരു ഭയങ്കര രീതിയിലുള്ള ഗൂസ് ബം സീൻ തന്നെ ഇതിന്റെ അവസാനം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഹ്യൂമൻസിനും എയ്പ്സിനും കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന് പല രീതിയിലുള്ള പല പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള ആൻസർ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻസിനാണെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, അവർ കൊണ്ടുവന്നിട്ടുള്ള ഐഡിയാസ് ടെക്നോളജീസ് അതൊക്കെ അവരുടെയാണ്. ബട്ട് എയ്പ്സിനും അവിടെ ജീവിക്കണ്ടേ എന്നുള്ള തിരിച്ചുള്ള ഒരു ചോദ്യം നോവയുടെ ശരിക്കും ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ആൻഡ് ഇതിലുള്ള അവര് മനസ്സിലാക്കുന്നത്, കാരണം അവർക്ക് ആവശ്യമുള്ള ഒരുപാട് നോളജുകളുണ്ട്. അതൊക്കെ അവര് ഇപ്പൊ അവരുടെ ഒരു ഡൊമിനന്റിൽ നിൽക്കുന്ന ഒരു ലോകമായിട്ടാണ് ഈ ഒരു പടത്തിൽ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ട്രെയിലറിൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. സോ അതിനെ കുറിച്ചിട്ട് ഒരുപാട് ഡീറ്റെയിലിംഗ് ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. കാരണം അവിടെ എയ്പ്സ് ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു ഹ്യൂമൻ വേൾഡ്, അല്ലെങ്കിൽ ഈ ഒരു വേൾഡിൽ ഹ്യൂമൻസിന്റെ അവസ്ഥ ഇതിനേക്കാളും അക്രമമാണെന്ന് കാണിച്ചിട്ടാണ് പടം പോകുന്നത്. സോ അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു ക്വസ്റ്റ്യൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ചോദ്യങ്ങൾ, ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഹ്യൂമൻസ് ആൻഡ് എയ്പ്പ് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് പറയുന്ന പല കാര്യങ്ങളുണ്ടാവും. അതിനുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന കുറെ സംഭവങ്ങളാണ് ഇതിൽ പോയിട്ടുള്ളത്. എന്റെ അധികാരം ആരുടെ കയ്യിലെത്തിയാലും അതിനുണ്ടാവുന്ന നെഗറ്റീവ്സ് ആയിട്ട് സിനിമ നന്നായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എന്തായാലും നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആൻഡ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി എപ്സ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. പടം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഇനി അങ്ങോട്ടേക്കുള്ള ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ ഒരു ക്യാരക്ടറിന് ഉണ്ടാവുന്ന ഡിലമകൾ നമുക്ക് ചില സമയത്തൊക്കെ ഈ ഒരു ക്യാരക്ടറിന്റെ ഒരു പോക്ക് എന്താണ് അത്രത്തോളം ഒരു ഇമ്പാക്ട് ചെയ്യല്ലോ ഈ ക്യാരക്ടറിന് തോന്നും. പക്ഷെ ആൾക്ക് ഉണ്ടാവുന്ന ഒരു ഡിലമയിലൂടെ പലതും മനസ്സിലാക്കിയിട്ടാണ് ഈ ക്യാരക്ടർ തന്റെ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ഏകദേശ ഐഡിയയിലേക്ക് എത്തുന്നത്. ഇനിയുള്ള 2 സിനിമകളിലും നല്ല രീതിയിലുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഈ ക്യാരക്ടറിന് കിട്ടട്ടെ. സോ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെ കുറിച്ചുള്ള അഭിപ്രായം? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക.